ഈ നദാൻസിന് നേരെ ആക്രമണം നടത്തിയതോടെ ഏതെങ്കിലും തരത്തിലുള്ള ആണവ ചോർച്ച ഉണ്ടാകുമോ, ആണവ വികിരണം പുറത്തേക്ക് വരുമോ എന്നൊക്കെയുള്ളത് വലിയ ചർച്ചാ വിഷയമായി മാറിയിട്ടുണ്ട്. ഇവിടെ നദാൻസിന് നേരെ ആക്രമണം നടത്തി, മുകളിൽ നിന്നുള്ള ആക്രമണമാണ്, ഇതൊക്കെ ശരിയാണ്. അപ്പം ഇതിനുള്ള മുഴുവൻ ഓപ്പറേഷൻ്റെ സൂത്രധാരണവും നടത്തിയത് മൊസാദിൻ്റെ കമാൻഡോ വിങ് ആണ്. അവർ ഇസ്രയേലിൽ നിന്ന് ആയുധങ്ങൾ, ഡ്രോണുകൾ ഉൾപ്പെടെ വാഹനത്തിൽ ഇറാനിൽ എത്തിക്കുന്നു. എന്നിട്ട് ഈ ടെഹ്റാന് സമീപമുള്ള ഒരു കെട്ടിടം വാടകയ്ക്ക് എടുത്തിട്ട് അവിടെ ഒരു ഡ്രോൺ വിക്ഷേപണ കേന്ദ്രം സ്ഥാപിച്ചു. അപ്പോൾ അവിടെ നിന്നുള്ള കൃത്യമായ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ലക്ഷ്യസ്ഥാനങ്ങളെ നിശ്ചയിച്ചുകൊണ്ട് ഇസ്രയേലി വിമാനങ്ങൾ വന്ന് ആക്രമണം നടത്തിയത്. ഇതിൽ അവിടുത്തെ സൈനിക മേധാവി അയത്തുള്ള അലി ഖമനയുടെ സന്തത സഹചാരി ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട ആളുകളെ, ആണവ ശാസ്ത്രജ്ഞരെയൊക്കെ തന്നെ കൊന്നു തള്ളിക്കഴിഞ്ഞു. പക്ഷേ ഈ നദാൻസ്, അതുതന്നെ ഫൊർദോ മേഖലയിലേക്ക് വളരെ രൂക്ഷമായ ആക്രമണമല്ല നടന്നത്. ഒരു പക്ഷേ ഈ നദാൻസിൽ കൂടുതൽ ആക്രമണം നടത്തിയാൽ ആണവ വികിരണം ഉണ്ടാകുമെന്നും ആണവ ചോർച്ച ഉണ്ടാകുമെന്നും അത് ലോകത്തിന് വലിയ ഭീഷണിയാകുമെന്നും ഒക്കെ ഇസ്രയേലിനും അറിയാം. അമേരിക്ക ഇത് സംബന്ധിച്ച് കൃത്യമായ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ഇപ്പം ഈ നമുക്കറിയാം യുറേനിയം 235 യുറേനിയം 238 മാറ്റുന്ന പ്രക്രിയയാണ് സമ്പുഷ്ടീകരണം എന്ന് വിശേഷിപ്പിക്കുന്നത്. അങ്ങനെ മാറ്റിക്കഴിഞ്ഞാൽ പിന്നീട് ആണവായുധം ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. അപ്പോൾ ഈ ഫൊർദോവിലുള്ള ആണവ കേന്ദ്രത്തിലും ഇത്തരത്തിലുള്ള പരീക്ഷണങ്ങൾ നടക്കുന്നു എന്നതിൻ്റെ സൂചനകൾ കൃത്യമായിട്ട് വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഇൻ്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസിയുടെ ഉദ്യോഗസ്ഥർ ഇറാനിൽ സന്ദർശനം നടത്തിയപ്പോൾ അവിടെ സമ്പുഷ്ടീകരിച്ച യുറേനിയം ഇനി വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല എന്ന നിർദ്ദേശം UN നൽകിയത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.